വെൽക്കം ബാക്ക് ഗൈസ്. വെൽക്കം ബാക്ക് ടു ടീച്ചേഴ്സ് വ്ളോഗ്സ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇൻഷോട്ട് എന്ന് പറയുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പിനെ കുറിച്ചാണ്. ഈ ആപ്പിൽ നമുക്ക് വീഡിയോസ് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. പവർ ഡയറക്ടർ എന്ന ആപ്പിൽ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഇൻഷോട്ടിൽ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. പിന്നെ മറ്റൊരു ഗുണം, ഇൻഷോട്ട് എന്ന വാട്ടർമാർക്ക് ഇല്ലാതെ തന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഇൻഷോട്ടിലുള്ള ടൂൾസൊക്കെ നോക്കാം. ഇത് ക്രോപ്പിംഗ് ടൂൾ. നമുക്കറിയാം, വീഡിയോ ആ ഒരു ഫ്രെയിമിലോട്ട് ചേർത്ത് വെക്കാനായിട്ട് ക്രോപ്പ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് പലപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ക്യാൻവാസ്. അതായത് പോർട്രേറ്റ് ആണ് ഈ വീഡിയോ വേണ്ടതെന്നോ ഹൊറിസോണ്ടലായിട്ടാണോ അങ്ങനെ ഏത് സൈസിൽ വേണമെന്നുള്ളത് നമുക്ക് ഈ ക്യാൻവാസ് എന്ന ആ ടൂളിൽ നിന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കും. നമുക്ക് ഇതിനകത്ത് മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ അതിനാണ് നമുക്ക് ഈ മ്യൂസിക്കിൻ്റെ സൈനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഉള്ള വീഡിയോ, ഈ ഇൻഷോട്ട് തരുന്ന വോയിസുകൾ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഫോണിലുള്ള ഡൗൺലോഡായി കിടക്കുന്ന വോയിസുകൾ, മ്യൂസിക്കുകൾ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി എങ്ങനെ നമ്മളൊരു വോയിസ് ആഡ് ചെയ്താൽ അല്ലെങ്കിൽ മ്യൂസിക് ആഡ് ചെയ്താൽ അതിൻ്റെ വോളിയം കൺട്രോളിങ്, അത് നമുക്ക് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അവിടെ വോളിയം കിട്ടും. അത് നമ്മുടെ ആ വീഡിയോയുടെ വോളിയം വേണോ അതോ മ്യൂസിക്കിൻ്റെ വോളിയം വേണോ, അത് രണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആ ഭാഗത്ത് സാധിക്കും. നമുക്ക് സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ ഇമോജീസൊക്കെ ഇവിടെ ഇതിങ്ങനെ ആഡ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. നമുക്ക് ഈ വീഡിയോയിലേക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കയറ്റണമെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ടൈറ്റിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സബ് ടൈറ്റിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറ്റാനുണ്ടെങ്കിൽ ഈ ടി എന്ന് പറയുന്ന ടൈപ്പ് ചെയ്യുന്ന ആ ഒരു ടൂൾ നമുക്ക് ഉപയോഗിക്കാം. അതിൽ കളറ്, ഫോണ്ടുകൾ, പല ഫോണ്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. കളറ്, പിന്നെ ആനിമേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് എഴുതിയിരിക്കുന്ന ഈ ഫോണ്ടിനെ പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. സൈസ് മാത്രമല്ല, നമുക്കിങ്ങനെ ലെറ്റേഴ്സ് തമ്മിലുള്ള അകലം, പിന്നെ എൻ്റർ ചെയ്ത് പല ലൈനായിട്ട് എഴുതിയിരിക്കുന്നെങ്കിൽ ലൈനുകൾ തമ്മിലുള്ള അകലം, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളും കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ടൈപ്പ് ചെയ്ത വേർഡ് അല്ലെങ്കിൽ ആ സ്റ്റിക്കർ നമുക്ക് എത്ര ഡ്യൂറേഷൻ വേണമെന്നുള്ളത് അത് നമുക്ക് ഈ വേർഡിൽ ക്ലിക്ക് ചെയ്യുമ്പം അവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആരോ തെളിയും. അപ്പോൾ ഈ ആരോയിൽ വലത്തോട്ടോ അല്ലെങ്കിൽ ഇടത്തോട്ടോ നോക്കി എത്രത്തോളം ഡ്യൂറേഷൻ നമുക്ക് അത് തെളിഞ്ഞ് നമ്മുടെ സ്ക്രീനിൽ കാണണോ അത്രയും നേരം നമുക്കത് കാണിക്കാൻ സാധിക്കും. നമുക്കറിയാവുന്ന സ്പ്ലിറ്റിങ്, ഒരു വീഡിയോയിൽ 2 പീസുകളാക്കി നമുക്കൊരു പീസ് കളയണം, ഡിലീറ്റ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ വേറെ ഭാഗങ്ങൾ അതിനിടയ്ക്ക് കൊണ്ട് ചേർക്കണം. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഈ സ്പ്ലിറ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കും. നമ്മുടെ വീഡിയോയുടെ സ്പീഡ് എങ്ങനെയാവണം അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കർവ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ചില ഭാഗങ്ങൾ സ്പീഡ് കൂട്ടി, ചില ഭാഗങ്ങൾ സ്പീഡ് കുറച്ച് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് നമുക്ക് മാനുവലായിട്ട് ഇങ്ങനെ കർവിൻ്റെ ഭാഗങ്ങൾ പല സ്പീഡുകളാക്കി ഉപയോഗിക്കാം. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പ്രീസെറ്റ് എന്ന് കാണാൻ സാധിക്കും. പ്രീസെറ്റ് ക്ലിക്ക് ചെയ്താൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലുള്ള സ്പീഡുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്കൊരു വീഡിയോ റിവേഴ്സ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഇവിടെ റിവേഴ്സ് എന്ന് പറയുന്ന ടൂൾ നമുക്ക് കാണാം, അത് ഉപയോഗിക്കാം.
ഇനിയാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ ഇൻഷോട്ടിൽ എഴുതിയേക്കുന്ന വാട്ടർമാർക്ക് കളയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഫ്രീ റിമൂവ് ആ വാട്ടർമാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. അതിനകത്ത് ഫ്രീ റിമൂവ് എന്ന് ക്ലിക്ക് ചെയ്താൽ ഒരു ആഡ് നമുക്ക് കാണാൻ വരും. അപ്പോൾ ഈ ഒരു ആഡ് കാണുന്നതോടുകൂടി ആ വാട്ടർമാർക്ക് ആ വീഡിയോയിൽ നിന്നും റിമൂവ് ആകുന്നതാണ്. ഈ വീഡിയോ കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാനായിട്ട് മുകൾ ഭാഗത്ത് കാണുന്ന സേവിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ റെസൊല്യൂഷൻ എങ്ങനെ വേണം അതിനനുസരിച്ച് റെസൊല്യൂഷൻ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഫ്രെയിം റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഫോർമാറ്റ് MP4 അല്ല GF. നമ്മൾ MP4 ആണ് സാധാരണ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് MP4. അങ്ങനെ നമുക്ക് അവസാനം സേവ് ക്ലിക്ക് ചെയ്താലും നമുക്ക് ഈ ഒരു വീഡിയോ റെൻഡർ ചെയ്തെടുക്കാൻ സാധിക്കും. പവർ ഡയറക്ടറിൽ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്ന് വിശദമായൊരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ സെയിം ടൂളൊക്കെ തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അധികം വിശദീകരിക്കാതെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇൻഷോട്ട് ഇനി വീഡിയോ എഡിറ്റ് ചെയ്യാൻ ആവശ്യം വരുമ്പോൾ ഇൻഷോട്ട് എന്ന ആപ്പും നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുമല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇറ്റ്സ് ടീച്ചേഴ്സ് ബ്ലോഗ്സ്. ബൈ ബൈ.